മാസ് മോട്ടോഴ്സ് പറഞ്ഞപ്പോൾ നമ്മൾ ഹോണ്ട ഷൈൻ ജനറൽ സർവീസായിട്ട് കയറിയുണ്ട്. അപ്പോൾ അതിൻ്റെ ചെയിൻ്റെ കേസ് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ചെയിൻ്റെ ഭാഗത്ത് നല്ല സൗണ്ടാണ്. അത് ചെയിൻ സ്പോക്കറ്റ് മോശമാണ് കേട്ടോ. അത്യാവശ്യം സ്പോക്കറ്റ് സെറ്റായിട്ട് മാറ്റിയിട്ടുള്ളത് റെഡി ആവുള്ളൂ. തന്നെയല്ല നമുക്ക് ഈ ചെയിൻ സ്പോക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തിലൊരിക്കലും ടൈറ്റ് ചെയ്ത് അത് ഗ്രീസ് ചെയ്ത് പോകണം നന്നായിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ചെയിനൊക്കെ ഇച്ചിരി വണ്ണം കുറവുള്ള മോഡലാണ് വന്നത്. അപ്പോൾ അടിക്കാൻ നോക്കിയൊക്കെ ഉണ്ടോ. ഇപ്പോൾ പുതിയ ചെയിൻ ഇട്ടാലും നമുക്ക് മാസത്തിലൊരിക്കൽ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഗ്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓയിൽ കൊടുക്കുക എന്തെങ്കിലും മതി. കാരണം വെച്ചാൽ ചെയിൻ അടിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് ഇത് ഓവർലാപ്പിങ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഹെവി ലോഡ് അല്ല തന്നെ ഇത്രേ ഉള്ളൂ ചെയിന്. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മാക്സിമം നമുക്ക് ലൈഫ് കിട്ടും. അടിക്കാൻ നിൽക്കുമ്പോഴാണ് ഓവർലാപ്പിങ് വന്ന് പോവാം. കയറ്റിറക്കം വരും. ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെയിൻ്റെ ലൈഫ് പെട്ടെന്ന് കുറയും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേ കൂടി നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കമ്പനി ലൈനർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ കിടക്കണേ, ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഇല്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വീൽ ചെയിൻ സ്പോക്കറ്റ് മാറുമ്പോൾ ഈ വീലിൻ്റെ റബ്ബർ കട്ട കൂടി ഒന്ന് മാറ്റിയിടും കേട്ടോ. കാരണം വെച്ചാൽ അത് ഈ സ്പോക്കറ്റും വീലും തമ്മിലുള്ള ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് തന്നെ ഉണ്ട്. അപ്പോൾ ഈ റബ്ബർ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഒട്ടും ഗ്യാപ്പില്ലാത്തൊരു കണ്ടീഷനിൽ നിന്നുള്ളൂ. അപ്പോൾ അതും നമുക്ക് ചെയിൻ്റെ ലൈഫിന് ഗുണം ചെയ്യണമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററാണത്. എയർ ഫിൽറ്റർ മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട്. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് മാറ്റേണ്ടത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 10,000 തുടങ്ങി 12,000 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതാണ്. ആ സർവീസിൽ വന്ന 10,000 കിലോമീറ്റർ സർവീസിൽ ചെയ്യേണ്ടതാണ്. മാക്സിമം ഓടിക്കാമെന്ന് വെച്ചാൽ 12,000 കിലോമീറ്ററൊക്കെയാണ്, 12,500 കിലോമീറ്ററൊക്കെയാണ് അത് ഉപയോഗിക്കാൻ പറ്റുക നല്ല ക്വാളിറ്റിയിൽ. ഇപ്പോൾ എന്തായാലും അത് മാറുന്ന ടൈമാണ്. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. എക്സൈഡിൻ്റെ ബാറ്ററി എന്ന് പറയുമ്പോൾ 12 വോൾട്ട് 4 ആംപിയറിൻ്റെ ബാറ്ററി ഇരിക്കണം. അപ്പോൾ അതിൻ്റെ വോൾട്ട് ടെസ്റ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. വോൾട്ട് നോക്കുമ്പോൾ 12.77 കറക്റ്റ് വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററിയുടെ ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട്, ബാറ്ററിയുടെ കണ്ടീഷൻ ലൈഫും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ചെറിയതായിട്ട് ഈ ഐറ്റം ഫെയിൽഡായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും നമുക്ക് സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യൊന്നും വേണ്ട. കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് ബാറ്ററിയുടെ ആണ് നമുക്കത് മാറ്റി വെച്ചാൽ മതി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ 2-3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുമ്പോഴും സെയിം വാല്യൂസ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കും, പോയതായിട്ട് തന്നെ കാണിക്കണം കേട്ടോ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ബാറ്ററിയുടെ ഒരു കംപ്ലയിൻറ്റ് പ്രതീക്ഷിക്കാം. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് നമുക്ക് വന്നെ. ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഈ സർവീസിനും കൂടി നമുക്ക് ഉപയോഗിക്കാം. കാരണം ഞാൻ നെക്സ്റ്റ് സർവീസിൽ എന്തെങ്കിലും മാറ്റേണ്ടി വരും. ഏറെക്കുറെ അതിൻ്റെ ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ഈ ബ്രാക്കറ്റൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കും. ഓക്കെ, അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വർക്കുമായി ബന്ധപ്പെട്ട് വന്നാൽ. മെയിനായിട്ട് നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറാം. അതേപോലെ തന്നെ ആ വീലിൻ്റെ റബ്ബർ കട്ട, ഡാമ്പർ റബ്ബർ എന്ന് പറയാം, ആ റബ്ബർ കട്ട മാറാം. എയർ ഫിൽറ്ററും പ്ലഗും എൻജിൻ ഓയിലും കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസ് ചെയ്യണ കിലോമീറ്റർ കൂടി നമുക്ക് നോക്കാം. ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സർവീസ് വരാമെന്ന് പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് 3000 കിലോമീറ്റർ കഴിയുമ്പോഴാണ് സർവീസായിട്ട് നമുക്ക് ചെയ്യേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ ഈ ചെയിൻ്റെ കേസ് ടൈറ്റ്നെസ് ഒന്നും മറക്കണ്ട. ഏകദേശം ഒരു മാസത്തിനുള്ളിൽ പഠിക്കണമെങ്കിൽ പോലും ഒരു മാസം ആയി കഴിയുമ്പോൾ ഒന്ന് കയറ്റി ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് മാക്സിമം അത് ഉപയോഗത്തിൽ കിട്ടും. ഓക്കെ, ഞാനിതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടുന്നു.